നമസ്കാരം. പ്രധാന വാർത്തകൾ. സാറേ, ഇതിലെ പ്രധാന വാർത്തകളൊന്നും വന്നിട്ടില്ല. അയ്യോ മുത്തേ, ഇത് ലൈവ് പോകുന്നതാണ്, കൊളവാക്കരുത്. അയ്യോ, വാർത്ത ഞാൻ വായിച്ചോളാം, എന്റെ വാല് പിടിച്ചങ്ങ് വന്നാ മതി. നമസ്കാരം, പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. സ്വാഗതം. 2015 നടന്ന പ്രധാന വിഷയങ്ങളെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പ്രോഗ്രാം. കേരളം തേഞ്ഞ വർഷം 2015. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. 2015 എന്ന വർഷം വിദ്യാഭ്യാസപരമായി ഒരുപാട് ആഭാസം നിറഞ്ഞ വർഷമായിരുന്നു. സ്കൂളിൽ പോകാത്തവരും സ്കൂളിന് വെളിയിൽ നിന്നവരും സ്കൂളിൽ കഞ്ഞി വെച്ചവരും എന്തിന് സ്കൂളിന്റെ പടി പോലും കയറാത്തവരും SSLC പാസ്സായ വർഷം. കഥകളിയല്ല, ഇത് വാർത്തയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം സ്കൂളിന്റെ പടി പോലും കാണാത്ത 2 സാധനങ്ങളായിരുന്നു മാഗി നൂഡിൽസും കൊച്ചു പുസ്തകവും. മുത്തേ, മാഗി നൂഡിൽസും പാഠപുസ്തകവും. ഈ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കുവാൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് രംഗനാഥ് അയ്യർ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, പാഠപുസ്തകമില്ലാത്ത കുട്ടികളെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സാറിന്റെ അഭിപ്രായം എന്താണ്? മുത്തേ, പണി പാളി, അതിയാൻ ഇതൊന്നും കേൾക്കുന്നില്ലെന്ന്. അയ്യോ സാറേ, ലൈവ് തുടങ്ങിയില്ലേ? സാർ ഒച്ചത്തിൽ ഒന്നുകൂടെ ചോദിച്ചു നോക്ക്. സാർ കേൾക്കാമോ? സാർ കേൾക്കാമോ? ആര് കേൾക്കാൻ? സാർ കേൾക്കുന്നുണ്ടോ? കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സാർ, കേരളത്തിൽ പാഠപുസ്തകം ഇല്ലാതെ വിഷമിക്കുന്ന കുട്ടികളെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ കുട്ടികളെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? പറയൂ സാർ. സത്യത്തില് എല്ലാത്തിനെയും നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുക വേണ്ടത്. കാരണം നമ്മുടെ കേരള സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഇതൊക്കെ വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കുള്ളി ചുറ്റും എന്തുമാത്രം ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? സാറേ, പുള്ളി പറയുന്നത് പട്ടികളെ കുറിച്ചാ. അല്ലേലും ഈ പട്ടി അതേ പറയത്തുള്ളൂ, എനിക്കറിയാം. സത്യത്തില് ഇതിനെല്ലാം നിരത്തി നിർത്തി വന്ധീകരണ ശസ്ത്രക്രിയ നടത്തണമെന്നാണ്. സാർ, ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കുട്ടികളെ പറ്റിയാണ്. കുട്ടികളെ പറ്റി. അതെ, എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി നിങ്ങൾ പട്ടികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. വളരെ വ്യക്തമായിരുന്നു. സാർ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ കുരുന്നുകളെ പറ്റിയാണ്. കുരുന്നുകൾ. സാർ, റിപ്പീറ്റ് ചെയ്യൂ സാറേ. സാർ, കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകമില്ലാത്ത കുട്ടികൾ സേഫ് ആണോ സാർ? എവിടെ? റിപ്പീറ്റ്. സാർ, ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകമില്ല. അപ്പൊ ഈ പാഠപുസ്തകം ഇല്ലാതെ കുട്ടികൾ ഇപ്പോൾ സേഫ് ആണോ സാർ? സേഫ് ആണോ? കേൾക്കുന്നുണ്ടോ? അതെ, സത്യത്തില് ബീഫ് അങ്ങനെ വലിയ പ്രശ്നക്കാരനല്ല. കാരണം ഞാൻ ബീഫ് നല്ലപോലെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു 2 പ്ലേറ്റ് ചൂട് ബീഫ് ഉണ്ടെങ്കിൽ ഒരു 12 പൊറോട്ട ഞാൻ കുമാന്നിരുന്ന് തിന്നും. ഒരു ചീഫ് ജസ്റ്റിസിന് വായിന്ന് വന്ന് കേട്ടോ, കുമാന്നടിക്കുമെന്ന്. സാർ, ഞാനൊന്ന് മാറ്റി ചോദിച്ചു നോക്കട്ടെ. സാർ കേൾക്കാമോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കുരുന്നുകളെ പറ്റിയാണ്. കുരുന്നുകൾ. നല്ല വളരെ വ്യക്തമായ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഈ ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കണ്ടമാനം അങ്ങ് വെന്തു പോകും. അത് വലിയ കഷ്ണമാക്കി കഴിഞ്ഞാലും വേഗാതെ കിടക്കും. കഷ്ണം കൊണ്ട് കട്ട് ചെയ്യണം, എങ്കിലേ ബീഫ് നല്ലപോലെ കിടക്കും. അങ്ങനെ ബീഫ് വെന്ത് കിട്ടുവാണെങ്കിൽ ഒരു 12 പൊറോട്ട ഞാൻ കുമാന്നിരുന്ന് തിന്നും. ഇപ്പം ബീഫ് തിന്നാൻ വന്നാണോ പൊറോട്ട തിന്നാൻ വന്നാണോ? സാറേ, എന്തായാലും പുള്ളി ബീഫിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. നമുക്ക് ബീഫ് ഫെസ്റ്റിവലിനെ പറ്റി ചോദിക്കാം. ചോദിക്ക്. സാർ, ബീഫ് ഫെസ്റ്റിവലിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? എവിടെ? റിപ്പീറ്റ്. സാർ കേൾക്കാമോ? സാർ, ഇന്ത്യയിൽ നടന്ന ഈ വളരെ വിവാദമായ ബീഫ് ഫെസ്റ്റിവലിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ബീഫ് ഫെസ്റ്റിവൽ. നല്ലൊരു ചോദ്യമാണ് ആ കൊച്ചു ചോദിച്ചേക്കുന്നത്. സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാഠപുസ്തകം കൊടുക്കാതെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയിട്ട് എന്താ കാര്യം? ഈ ചകിരിത്തലൻ ഇതെന്തുവായി പറയുന്നത്? സാറേ, ഇത് ലൈവ് പൊക്കോണ്ടിരിക്കുക. ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ശ്രമിച്ചത്. ലൈവ് കട്ട്. എടോ പേട്ടത്തലയാ, തനിക്ക് ഞാൻ എല്ലാം എഴുതി വെച്ച് തന്നല്ലോ, എന്നിട്ടും അത് കൊളവാക്കിയോ? എടോ ഇവനെ ഞാൻ സാറേ, ഒന്നുമില്ലെങ്കിൽ അമ്മാവനല്ലേ? ഇയാളെന്റെ അമ്മാവനല്ല, ഇയാള് എന്റെ യമനാണ്, കാലൻ. അപ്പൊ ലൈവ് കഴിഞ്ഞോടാ? ലൈവല്ല, ലൈവാൻ തോലച്ചതല്ല, ലൈവ്. ഇറങ്ങിപ്പോടോ വെളിയില്. ഇവനെ ഏത് നേരത്താണ് എന്റെ കല്യാണം വിളിക്കാൻ ഇങ്ങോട്ട് വിളിച്ചത്? ഇയാള് അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇത് ആദ്യമായിട്ടല്ലല്ലോ ചീറ്റി പോകുന്നത്, നമുക്ക് സ്ഥിരമുള്ളതല്ലേ. എന്നാലും ഇത് മൊത്തം കുളമായില്ലേ? സാരമില്ലെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതെ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ഒന്നുകൂടെ പറയാം. താൻ പോയില്ലേടോ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട, മോൾ എന്റെ മോന്റെ കല്യാണത്തിന് വരണേ. ഏത് കല്യാണം? എന്റെ മോന്റെ കല്യാണം. എന്റെ മോന്റെ കല്യാണം ഇവിടെ വിജയിക്കത്തില്ല. ഇറങ്ങിപ്പോടോ ഇവിടുന്ന്. പോകാൻ ചകിരി ഞാൻ വലിച്ചു പറിക്കുമ്പോ
എന്തൊരു കഷ്ടമാണെന്ന് പറയാം. എല്ലാം കുളമായി. സാറേ ഈ വിഷയം മാത്രമൊന്നും അല്ലല്ലോ 2015 സംഭവിച്ചത്. പിന്നെ വേറെ ഏത് വിഷയമുണ്ട്? നല്ല എക്സ്ക്ലൂസീവ് സാധനം എന്റെ കയ്യിലുണ്ട്. അതെ, ഓൺലൈൻ പെൺവാണിഭം. അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചല്ലേ. അതിന് ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ കുറെ ആൾക്കാരെ അറേഞ്ച് ചെയ്യുകയും ചെയ്തായിരുന്നല്ലോ. മറ്റേ നടക്കാരല്ലേ, അവരെല്ലാം കൃത്യസമയത്ത് തന്നെ എത്തും. നിനക്ക് എങ്ങനെ അറിയാം? അവരെന്നെ വിളിച്ചിരുന്നു. ആണോ? അപ്പേ പറഞ്ഞത് കേട്ടല്ലോ, ഇന്ന് നമുക്ക് 2 നാടകമാണുള്ളത്. അതുകൊണ്ട് കൃത്യസമയത്ത് അവിടെ എത്തണ്ട. അതുകൊണ്ട് അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അപ്പം തന്നെ നീ ചാടി ഇറങ്ങിക്കണം. അല്ലാതെ അവിടെ നിന്ന് ക്യാമറമാരുടെ മറ്റവരൊക്കെ ഫോൺ നമ്പർ വാങ്ങിച്ച് അവിടെ നിന്ന് മെസ്സേജ് വിട്ട് കളിച്ചോണ്ട് കയറുന്ന ഞാൻ പറയണം, മനസ്സിലായോ? പിന്നെ അവർ ചോദിക്കാൻ പോകുന്നത് ഓൺലൈൻ പെൺവാണിഭത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നീ പറഞ്ഞോളൂ. അതിനെക്കുറിച്ച് നീ പറയുന്നുള്ള എനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ കൃത്യമായിട്ട് പറയുമെന്ന്. പറയൂ. നീ പറയത്തില്ല, നീ തെറ്റിക്കുള്ളൂ, എനിക്കറിയാം. നീ എത്ര നാളായിട്ട് നാടകം കളിക്കുന്നു, എന്നിട്ട് നാടകത്തിൽ ഡയലോഗ് തെറ്റിക്കുള്ളേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ഓർത്തോ, നാടകം കഴിഞ്ഞാൽ നാടകം പോട്ടെ, ഇന്റർവ്യൂ കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി ഇറങ്ങിക്കണം. അപ്പം തന്നെ നമുക്ക് പോകണം. ഇന്ന് നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ നാടകം കളിക്കാൻ പോകണം. എൻ്റെ പൊന്നുമോളെ, അതുങ്ങൾ നന്നായിട്ട് കളിക്കണം കേട്ടോ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എന്നാ പറ്റിയ ചേട്ടാ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാ പറ്റിയ? ഒന്ന് കൈ വെക്കണം. അത്രല്ലോ. ഈ കൈ വെച്ചോ ചേട്ടാ. നീ കൈയും കൂടെ മാറ്റിക്കേടി. നിന്നോട് കൈ വെക്കാനാണോ പറഞ്ഞത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അളിഞ്ഞ് അവരുടെ മേത്തക്കം കയറുക. ആ കൈ വെക്കണ കാര്യമല്ല പറഞ്ഞത്. എന്നാ കൈ ചേട്ടാ? ചേട്ടാ, വണ്ടി ഒന്ന് തള്ളണമെന്ന്. അതിനെന്നെ കുഴപ്പം, ചേട്ടൻ ഇറങ്ങി തളിക്കും. അപ്പൊ ചേട്ടൻ വണ്ടി ഓടിക്കോ? ഞാനോ? ഞാൻ വണ്ടി ഓടിക്കൂല, ഒന്നും ഓടിക്കൂല. പിന്നെ ഈ 2 മണിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്നാ ചെയ്യണ്ട? ഞാൻ ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? ചേട്ടൻ ഒന്ന് പുറത്തിറങ്ങി വണ്ടി തള്ളിക്ക്. ഞാനോ? ഒറ്റയ്ക്ക്? പിന്നല്ല. അപ്പൊ ഇവളോ? അതവിടെ നോട്ടേ. നീ ഒറ്റയ്ക്ക് ഇരുന്നോളൂടി. പിന്നെ എന്റെ കിളിയൊന്ന് നിർത്താവോ ആദ്യമായിട്ട്. ഈ വായു പിടിച്ചോ. ഇന്നത്തെ എഗ്രിമെന്റ് ഉണ്ട്. അല്ല വേണ്ട, 25 രൂപ ഉണ്ട്, ഞാൻ പിടിച്ചോളാം. ഇത് ശരിയാവില്ല. എന്നും എനിക്ക് ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഈ വണ്ടികളിലും എന്റെ കഷ്ടപ്പാടും ദുരിതവും എന്ന് മാറുമെന്നോ. പിടിച്ചോ. എന്താ കാണിക്കുന്നത്? ഗ്ലാസ് പൊട്ടുമല്ലേ? പിന്നെ എന്നാ ഇവിടെ പുറകിൽ പോയി തള്ളു. പുറകിന്നാണല്ലേ? അല്ല പിന്നെ പുറകിന്നത് അറിയാം. ഒന്നും അറിയാം. പുറകിന്നതല്ലേന്ന്. അതല്ലേ. എടുത്തോ ഇടയ്ക്ക് ഫോൺ അടിച്ചു. ഹലോ. അതെ ചന്ദ്രൻ തന്നെയാ. വരും. ഇന്ന് കൃത്യസമയത്തെത്തും. കൃത്യസമയത്ത് നാടകം തുടങ്ങിയിരിക്കും. അല്ലെന്നേ, ഞാനൊന്ന് തള്ളുവാ. അയ്യോ, ഞാൻ പറയുന്ന തള്ളാന്നല്ല. ഞാനേ ഇവിടെ ഒരു വണ്ടി തള്ളുവാ. സമിതിയുടെ വണ്ടി അല്ല, അല്ല വേറൊരു വണ്ടിയാന്നേ. മതി നിർത്താൻ. വണ്ടി നിർത്താൻ. വണ്ടി നിർത്തോ. എന്തോ ആ കപ്പലിന്റെ മുട്ടായി എടുത്താ ചുമന്ന ബലൂൺ അങ്കിച്ച്. കപ്പലിന്റെ മുട്ടായോ? മുട്ടായി മതി. കിട്ടി. ഇനി ആ പച്ചയുടെ കീച്ച. പച്ചയോ? പച്ച. എനിക്കിവിടെ കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. അയ്യോ, ന്യൂസ് വിടണ്ടേ? അയ്യോ, ന്യൂസിന് സമയമായില്ലേ? റെഡിയാ സാറേ എല്ലാം. എന്റെ മുത്തേ, ആ ഓൺലൈൻ പെൺവാണിഭക്കാരൊക്കെ റെഡിയാണോ? എന്റെ സാറേ, അവരൊക്കെ എത്തിക്കഴിഞ്ഞു. എത്തിയോ? പിന്നില്ല. എന്നാല് നമ്മുടെ ആ സ്ഥിരം നമ്മുടെ ചാനൽ ചർച്ച വരുന്ന കിണാപ്പന്മാരില്ലേ, അവന്മാരെ വിളിച്ചോ? അവന്മാരെ വിളിച്ചോ എന്ന് ചോദിക്കാൻ അവരെവിടെങ്കിലും പോയിട്ട് വേണ്ട. അവരിവിടെ തന്നെയല്ലേ കിടപ്പ്? അവരിവിടെ തന്നെയാണ് കിടപ്പെങ്കിലും, പക്ഷെ അവരുടെ നടപ്പത്ര ശരിയല്ലെന്നാണ് ചില ന്യൂസുകൾ കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. ഇന്നൊരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നമ്മൾ അങ്ങോട്ടും കണ്ണൂർ നമ്മൾ ഇങ്ങോട്ടും മാറ്റി. എന്തോന്നു ഷോ? ബസ് പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 10 ചവിട്ടടി ഞങ്ങൾ നിന്ന് കോഴിക്കോട്ട് എത്തും. അല്ല, എന്നാലും ഞാൻ അവിടെ നിന്നങ്ങ് ശീലിച്ചു പോയിട്ട് എന്തോ പറഞ്ഞു തീർന്നില്ല. ഞാൻ കണ്ണൂർ എത്തിയില്ലേ? എന്നാ ഞാൻ സമയം കളയുന്നില്ല, ഞാൻ കോഴിക്കോട്ടോട്ട് പോട്ടെ. പെട്ടെന്ന് ചെന്നാട്ടെ കേട്ടോ. എന്റെ മുത്ത, ഇവരെ ഇങ്ങനെ തൂണ് പോലെ നിർത്തിയാൽ മതിയോ? ആ പെൺവാണിഭത്തിനുള്ള പെൺകൊച്ചു റെഡിയാണോ? അത് വന്നു കഴിഞ്ഞു. സാറ് വിളിക്കാൻ പറയാത്തോണ്ടല്ലേ ഞാൻ വിളിക്കായിരുന്നത്. ഇപ്പൊ എപ്പോഴും വിളിക്കണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അവര് വിളിക്കണ്ടേ? ചൂടാവല്ലേ, ഞാൻ വിളിക്കാം. മോളെ
നല്ല കിടുക്കാച്ചി പെണ്ണ്. പിന്നെ എന്തിനാണ് ഈ മോൻ മറിച്ചിട്ടേക്കുന്നത്? എന്റെ പൊന്ന് സാറേ, ഇത് മറ്റേതല്ലേ, ഓൺലൈൻ വാണിഭം. നാടകനടി. നാടകടി, ഇത് ഒറിജിനൽ അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഇട്ടാലേ നാട്ടുകാരൊന്നും വിശ്വസിക്കത്തുള്ളൂ. സാറ് കലക്കണം കേട്ടോ. ഇത് ഞാൻ പൊരിക്കും, പൊരിച്ചടുക്കും. പൊളിച്ചെടുക്കാതിരുന്നാ മതി. അത് മൊത്തം ഒന്ന് ആക്കിയതാണല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ, കലക്കണം കേട്ടോ. കലക്കും. ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആ വാക് ഭടാചാര്യന്മാർ ഒരു നിമിഷം ഒന്ന് വരുമോ? വരാലോ. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നടത്തിയ ചാനൽ ചർച്ച ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ. നിങ്ങൾ വായിന്ന് വന്നതാണ് ചില വായ്ത്താരികൾ. അത് ചില കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളൊരു പരാതി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ചർച്ചയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കേട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. അത് പിന്നെ സംഭവിച്ചെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവാകരൻ അന്ന് എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെയല്ല സംഭവിച്ചത്. താൻ താങ്കളുടെ സംസ്കാരം താൻ ചാനലിൽ കൂടെ വളർത്തി, അത് മറ്റുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് സംഭവിച്ചത്. സുഹൃത്തെ, മാന്യമായിട്ട് ഞാൻ സംസാരിക്കാണ്. എനിക്ക് അല്പം പ്രശ്നമുള്ളതാണ്. അങ്ങനെ സംസാരിച്ച് പോകാൻ എനിക്ക് അല്പം പ്രശ്നമുള്ളതാണ്. അങ്ങക്ക് പ്രശ്നമുള്ളത് നീ ആരോടാ സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞത്? നീ ആരോടാണ് സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞത്? ആരോടാണോ ചൂടാകുന്നത്? നീ ആരോടാണോ ചൂടാകുന്നത്? തന്തയോ അല്ലേ? ഈ സ്റ്റാൻഡേർഡ് വേണ്ട. ചാനൽ ചർച്ച തുടങ്ങിയാൽ അതിന് മുമ്പ് അടി തുടങ്ങുകയാണ്. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനത്ത് പോയി നിൽക്കൂ പ്ലീസ്. ഇതങ്ങോട്ടായി പോകുന്നത്. ഇവിടെ താൻ കോഴിക്കോട്ട് പോടും, താൻ കണ്ണൂരോട്ടും പോകും. കഷ്ടം പിടിച്ച ഏർപ്പാടാണിത്. നമസ്കാരം, ഞാൻ ഹരിചന്ദ്രൻ. കഴിഞ്ഞ 2015 കേരളക്കരയാകെ ഇളക്കിമറിച്ച മലയാളികളെ ഇക്കിളി കൂട്ടിയ ഒരു പ്രധാന സംഭവമായിരുന്നു ഓൺലൈൻ പെൺവാണിഭം. ഓൺലൈനിലൂടെ നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാം, ഓൺലൈനിൽ കൂടി പെൺവാണിഭവും നടത്താമെന്ന് മലയാളികളെ പഠിപ്പിച്ച ഒരു വർഷം കൂടിയായിരുന്നു 2015. ഈ പെൺവാണിഭത്തിന് ഇരയായ ശ്യാമ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരോടൊപ്പം ഞാൻ ഓർത്ത് നിന്നെ ഇവരാരാണ്ട് തട്ടിക്കൊണ്ട് വന്നാന്ന്. എന്നെ ആരും തട്ടിക്കൊണ്ട് പോകുന്ന എടി, നീ ആ വണ്ടിയെ കയറി പോയപ്പോ ഒന്നും നിർത്താണെന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞായിരുന്നണ്ണാ. നീ പറഞ്ഞു. നീ പറയില്ല, നീ പറയത്തില്ല. നീ പറയും വണ്ടി വിട്ടോളാനേ പറയുള്ളൂ. പറഞ്ഞായിരുന്നു. നീ അവിടെ നിന്ന് ടാറ്റയും കൊടുത്തിട്ട് പോണോണ്ടത്. ഇതെന്നെ പരിപാടി തന്നെ. ഇതെന്നെ കാണിച്ചേക്കണേ. ഈ മൂടി കെട്ടി എന്നാ പരിപാടി? എന്റെ പൊന്നു സഹോദരൻ, ഇവിടെ ന്യൂസ് ചാനലാണ് ന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഈ പെങ്കൊച്ചിനെ മൂടി കെട്ടി ഈ വാഴക്കൊല പഠിപ്പിക്കാൻ പറ്റുമ്പോൾ എത്രയാണെന്ന് ചോദിച്ചാൽ ന്യൂസ് ചാനലിൽ ഇപ്പൊ പീഡനത്തിനാകപ്പെട്ട പെൺകുട്ടിയല്ലേ? അപ്പൊ ന്യൂസ് ചാനലിൽ കാണിക്കുമ്പോ ഇങ്ങനെ മുഖം മറച്ച കാണിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാഷേ, അത് ഇവിടുത്തെ ഒരു സ്വഭാവമാണ്. എന്റെ സ്വഭാവം മാറ്റില്ലേ? നിങ്ങളൊക്കെ ഈ പെങ്കൊത്ത് യഥാർത്ഥമായിട്ട് പീഡനത്തിനിരയായ പെങ്കൊച്ചാണോ? അതല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. ആണല്ലോ. അറിയാം. എന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന നായികയല്ലേ ഇവള്? അതെ. ഇവിടെ ഒരു 10-12 പ്രാവശ്യം ഇങ്ങനെ ടി വി കൂടെ വന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ കണ്ട് ഫേമസ് ആവും. ഇവിടെ അപ്പൊ സ്റ്റേജിൽ എനിക്ക് മാർക്കറ്റ് ചെയ്യാം. എന്റെ നാടകത്തിന് ബുക്കിംഗ് കിട്ടുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇവിടെ കൊണ്ടുനിർത്തിയത്. അന്നേരം നിങ്ങൾ ഇങ്ങനെ മൂടി കെട്ടി ഇരുത്തി കഴിഞ്ഞാൽ അത് നടക്കുമോ? ഇങ്ങനെ നടത്താൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ നടത്തിയാൽ, അല്ലെങ്കിൽ എന്റെ നായകനെ വിളിച്ചോളാം നാടകത്തിന് പോകും. ഇന്ന് 2 കടിയുള്ള എടി, ഞാൻ പറഞ്ഞ ഡയലോഗ് ഒന്നും തെറ്റിക്കാതെ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് നോക്കണം. ഇങ്ങനെ ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി. ഇയാൾ എന്ത് കഷ്ടമാണ് നോക്കണേ. കണ്ട കുരുക്കൂടും വെച്ചോണ്ട് വന്നവനൊക്കെ എന്റെ നെഞ്ചത്തോട്ടാണല്ലോ കയറുന്നത്. അപ്പൊ എനിക്കെന്തോടാ ഇവിടെ ഒരു വിലയില്ലേ? നമുക്ക് തിരിച്ചു വരാം ന്യൂസ് അവറിലേക്ക്. നിങ്ങളിൽ എത്ര പേർ ഓൺലൈൻ പെൺവാണിഭത്തെ അനുകൂലിക്കുന്നുണ്ട്? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നോ എന്നും, നോ എന്നാണെങ്കിൽ യെസ് എന്നും താഴെ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നമുക്ക് തിരിച്ചു വരാം ആ പെൺകുട്ടിയിലേക്ക്. എങ്ങനെയായിരുന്നു ആ ബിസിനസ് ഡീൽ ഉറപ്പിച്ചത്? എന്റെ ഹസ്ബൻഡാണ് എന്നെ ഇതിലേക്ക് നിർബന്ധിച്ചത്. പുള്ളി ഓൺലൈനിൽ സ്ഥിരമായി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ സാധനങ്ങൾക്ക് മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ പകുതി വിലയല്ലേ ഉള്ളൂ. അപ്പം പുള്ളിക്ക് ഒരു ഐഡിയ തോന്നി ഈ ബിസിനസ്സും ഓൺലൈനിലൂടെ ചെയ്യാമെന്നുള്ളത്. പിന്നെ എന്നെ വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തത്.